ഇടുക്കിയിലെ ജീപ്പ് സവാരി നിരോധനം. വയറ്റത്തടിക്കുന്ന നടപടിയെന്ന് ടാക്സി തൊഴിലാളികൾ പ്രതിഷേധവുമായി. എന്തൊക്കെ പറഞ്ഞാലും ജീപ്പിൻ്റെ ഒരു നൊസ്റ്റാൾജിയ അത് എനിക്കിപ്പോഴും ഓർമ്മ. ചില കല്യാണ വീടുകളിലൊക്കെ ഞങ്ങളൊക്കെ ഈ സൈഡിലിരിക്കും, എന്നിട്ടിങ്ങനെ മറ്റുള്ളവർ പുറകിലിങ്ങനെ തൂങ്ങി ഇരിക്കുന്നു. അതിപ്പോൾ അന്യം നിന്ന് പോയി എങ്കിലും ഇപ്പോഴും ഇടുക്കിയിൽ ഇപ്പോഴും ആ ജീപ്പുകളുണ്ട്. അങ്ങനെ ജീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ആ വഴികളൊക്കെ ചുറ്റിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഏറ്റവും സൗകര്യം ജീപ്പ് തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷേ എന്നിരുന്നാലും അവരുടെ ഒരു വയറ്റത്തടിക്കുന്ന പരിപാടി അത് അത്ര നല്ലതല്ല. അവരും ജീവിച്ചോട്ടെ, ഓട്ടോറിക്ഷ തൊഴിലാളികളെ പോലെ. ആ ഇടുക്കിയിലധികം ജീപ്പ് സവാരിയാണ്, അവരും ജീവിക്കട്ടെ, അവരുടെ ഉപജീവനമാർഗ്ഗമാണ്. ഈ ജീപ്പ് നിരോധിക്കുന്ന എന്ത് കാരണം കൊണ്ടാണ് ഈ ജീപ്പ് സവാരി നിരോധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അവരുടെ ഒരു ഉപജീവനമാർഗ്ഗമാണ്. അവിടെ വരുന്ന സഞ്ചാരികളൊക്കെ ചുറ്റി കാണിക്കാൻ അവരുടെ ഉപജീവനമാണ്. അവർ മറ്റൊരു ശല്യവും ഇല്ല. എന്തിനാണ് ഈ സർക്കാർ ഇത് നിരോധിക്കുന്നത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് കാലത്ത് കല്യാണം 90 കിഡ്സിനോട് ചോദിച്ചറിയാം. അപ്പോൾ കല്യാണ വീടുകളിലൊക്കെ പോകും, ചിലപ്പോൾ സ്കൂളിലൊക്കെ നമ്മൾ ബസ്സിന് പകരം ജീപ്പിലൊക്കെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്, കല്യാണ വീട്. പക്ഷെ അത് അവിടെ അപേക്ഷിച്ച് ഇപ്പോൾ അങ്ങനെ അന്യം നിന്ന് പോയി. ഇപ്പോൾ ബസ്സൊക്കെ ആയി, സ്കൂൾ ബസ്സൊക്കെ ഉണ്ടായി. ഇപ്പോൾ ജീപ്പുകൾ അങ്ങനെ കുറവാണ്. അപ്പോൾ അധികം എന്നാലും ഇവരും ജീവിക്കാനുള്ളവരാണ്, ഇവർക്കും ജീവിക്കാൻ ഒരു ഇത് നിരോധിക്കരുതെന്ന് അപേക്ഷിക്കുന്നു. അവരുടെ ഉപജീവനമാർഗ്ഗമാണ്, എന്തിനാണ് അവരുടെ വയറ്റത്തടിക്കുന്നത്?